മക്കളെ നീ വാ, ഇത് പിടി, ഇത് പിടി, അങ്ങറ്റം പിടി, ഇവിടെ പിടി, ഇവിടെ പിടി. അപ്പൂന് സുഖാണോ അപ്പു? അപ്പൂന് സുഖം തന്നെ മക്കളെ. എന്ത് എന്ത് അപ്പു ഏത് നേരം ഈ വർക്ക്ഷോപ്പിൽ തന്നല്ലേ? പാവം. പണിയൊക്കെ എങ്ങനെ പോകുന്നു? പണികളൊക്കെ ഉണ്ടോ? മക്കളെ ആ വീട്ടിലായിരുന്ന സമയത്തുണ്ടല്ലേ ഇഷ്ടം പോലെ പണിയുണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം പണി കുറവ് മക്കളെ. അതിവിടെ വർക്ക്ഷോപ്പുള്ള കാര്യം എല്ലാരും അറിഞ്ഞു വരണല്ലേ ഉള്ളൂ. അത് തന്നെ. പിന്നെ വല്ലപ്പോഴെങ്കിലും പണി കിട്ടുന്നുണ്ടല്ലോ, അത് തന്നെ ദൈവഭാഗ്യം. എന്റെ അപ്പു ഒരു കാര്യം പറയാലോ, അപ്പു ഇങ്ങനെ ഫുൾ ടൈം ഇവിടെ നിന്ന് പണിയെടുക്കണ കാണുമ്പോഴേ എനിക്ക് വല്ലാത്തൊരു വിഷമാണ്. എന്തെങ്കിലും സഹായം വേണോ? എന്ത് മക്കളെ നിനക്ക് ഇന്ന് അപ്പൂപ്പൻ്റെ അടുത്ത് വലിയൊരു തകരാവാം. അതെ, എനിക്കൊരു സഹായം വേണമായിരുന്നു സാമ്പത്തികമായിട്ടേ. 5-10 വേണമെങ്കിൽ തരാം മക്കളെ. അയ്യോ 5-10 പോരാ, 2000 രൂപ വേണം. 2000 രൂപ? എന്റെ പൈസയൊന്നുമില്ല. അയ്യോ അങ്ങനെ പറയല അപ്പോ. അപ്പൊ എന്റെ ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ്, അപ്പൊ എന്തെങ്കിലും കനത്തിന് നമ്മൾ മേടിച്ചു കൊടുക്കണേ, നമ്മള് വലിയ കുടുംബക്കാരല്ലേ. എന്റെ പൊന്നു മക്കളെ കുറച്ച് പൈസ ഭർത്താവിൽ ഉണ്ടായിരുന്നു. ആ പൈസ അവൻ രാവിലെ നുള്ളി പറക്കി കൊണ്ടുപോയി. ആര്? രാമൻ, അല്ലാതെ ആര്? എന്തു ചെയ്യാൻ? അപ്പൊ ഒന്നുമില്ല. ഒന്നുമില്ല മക്കളെ. ഷേടാ, റൂട്ട് മാറ്റി പിടിച്ചു നോക്കല്ലേ? അല്ല, റൂട്ട് മാറ്റി പിടിച്ചു നോക്ക. മണിക്കുട്ടൻ്റെ അടുത്ത് ചോദിക്കാൻ പോവായിരിക്കും. എന്ന് കയറി കൊടുക്ക്, അവൻ തരും. ഞാൻ മേടിച്ചോളാം. ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് പണിയെടുത്തു. മാക്കൂ നോക്കിക്കത്, ഇത് പിടിച്ചേ പിടിച്ചേ പിടിക്കേ. രാവിലെ ഭക്ഷണം കഴിക്കാത്ത പോലെ ഉണ്ടല്ലോ. എല്ലാ വീട്ടുപണിയും നീ എന്നെ കൊണ്ടാ ചെയ്യിക്കുന്നത്. അലക്ക, വിരിപ്പ്, എല്ലാ പണിയും. അതെ, ഇതൊരു അടിമപ്പണിയാ കേട്ടോ. സ്നേഹമുള്ള ഭർത്താക്കന്മാരെ ഭാര്യമാരെ സഹായിക്കും എല്ലാ പണിയിലും. അതൊക്കെ ശരിയാ. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാനേ അറിയപ്പെടുന്ന ഒരു കളരിഗുരുക്കളാ. അത് നാട്ടുകാർക്ക് മൊത്തം അറിയാലോ. അതെ, എന്റെ ശിഷ്യന്മാരെങ്ങാനും ഇത് വന്ന് കണ്ടാലേ നാണക്കേടാ എനിക്ക്. അത് കാണുമ്പോഴല്ലേ, അപ്പൊ നോക്കാം. ഇരിക്കത്. പിന്നെ ഇന്ന് ചിഹ്നം ഇല്ലാത്തോണ്ട് എനിക്ക് ഇച്ചിരി പണി കൂടുതലാ. അതുകൊണ്ടല്ലേ ഞാനൊരു സഹായം ചോദിച്ചത്. അതിനിങ്ങനെ പരിഭവിക്കുന്ന എന്തിനാ? അതെ, ഹണിമൂൺ പീരീഡിലൊക്കെ ഇങ്ങനെ ശരീരം ശരിയാകത്തില്ല. ഒരു ഹണിമൂൺ എനിക്ക് ജോലിക്ക് വേണ്ടതാ. മര്യാദക്ക് സഹായിക്കുന്നുണ്ടോ? തിരിച്ച പതുക്കെ. പിന്നെ മാക്കൂ, ഈ ഹണിമൂൺ കാലത്ത് മാത്രമേ ഭാര്യമാരെന്ത് പറഞ്ഞാലും ഭർത്താക്കന്മാരെ അനുസരിക്കും. മര്യാദക്ക് നല്ല കുട്ടിയായിട്ട് ഇതൊക്കെ ചെയ്യട്ടാ. ഇച്ചിരി ജോലി അവിടെ ഉണ്ട് കേട്ടോ. എങ്ങനെ നടന്ന ഞാനാ? എന്താടി സഹായം വല്ലതും വേണോ? എന്തോ ദുരുദ്ദേശം ഉണ്ടല്ലോ നിനക്ക്. ദുരുദ്ദേശം കൂട്ടെടുത്തേക്ക്. ഈ മാമന്റെ ഒരു കാര്യം, ഭാര്യയെ സ്നേഹിക്കുന്നുണ്ടല്ലോ, എന്റെ മാമൻ കഴിഞ്ഞിട്ടുള്ളൂ വേറെ ആര്? നിനക്കെങ്കിലും ഇത് മനസ്സിലായോ? അതെ, ഭാര്യയെ സ്നേഹിക്കുക, ഭാര്യയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, ഭാര്യയെ മറ്റു കാര്യങ്ങൾ വീട്ടുജോലിയിൽ സഹായിക്കുക, അതൊക്കെ എന്ന് പറഞ്ഞ ഒരു ഭർത്താവിന്റെ ധർമ്മമാണ്. പക്ഷെ ശ്രീകുട്ടി, എന്റെ ഭാര്യ, അവൾ എന്നെ കൊണ്ട് വീട്ടുപണി ഒന്നും ചെയ്യിക്കത്തില്ല. എത്ര പറഞ്ഞാലും അവൾ ഒന്നും ചെയ്യിക്കത്തില്ല. ഞാൻ പിന്നെ നിർബന്ധിച്ചതൊക്കെ ചെയ്തു കൊടുക്കുക. അങ്ങനെ തന്നെ വേണം. ഇതൊക്കെ ആ രാമങ്ങള് കണ്ട് പഠിക്കണം. നിനക്കെങ്കിലും അത് മനസ്സിലായോ? അതെ, ഈ രാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആളും മഹാഉഴപ്പനാ. അവനെ ഈ ഉഴപ്പനാക്കിയത് ആരാ? അവന്റെ ഭാര്യ ചിന്നു. യവന് നല്ല ജോലി ഗൾഫിലുണ്ടായിരുന്നാ. പിന്നെ അവിടെ സ്റ്റാർ ഹോട്ടലിൽ തൂപ്പുകാരനായിരുന്നു. അതെല്ലാം കളയിച്ച് നാട്ടിൽ അവനെ കൊണ്ടുവന്ന് കണ്ട് ഒരു പണിയില്ലാതെ വീട്ടിൽ ഇരുത്തിയിരിക്കുക അവള്. അതെ, അതിനൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യവൻ ആവശ്യമുള്ള കാശെല്ലാം അവൾ കൊടുക്കും, ചിന്നു കൊടുക്കും. അതാ. കാശിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം പറയാൻ വന്നത്. അതെന്താ? കാശ് കിട്ടുന്ന കാര്യം വല്ലതും ആണോ? അതെ, കിട്ടുന്ന കാര്യമാണ്. എനിക്ക് 2000 രൂപ ഇങ്ങനെ തന്നേക്ക്. എങ്ങനെ? 2000 രൂപ. ഇതല്ല, ഞാൻ 2000 രൂപ നിനക്ക് തരണം. എന്തിന്? മാമ, എന്റെ ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണേ. അപ്പൊ എന്തെങ്കിലും ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണ്ടേ? പിന്നെ കൊടുക്കണം.
അല്ല ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുന്ന 2000 രൂപയുടെ ഗിഫ്റ്റ്. മാമ നമ്മൾ ഇത്രയും വലിയ കുടുംബമല്ലേ, പുലിനട കുടുംബം, ചെറുതെന്തെങ്കിലും മേടിച്ചു കൊടുക്കാൻ പറ്റുമോ? പിന്നെ രൂപ ഞാൻ തരാം, പക്ഷെ 1000ന്റെ നോട്ടാ. അയ്യേ എനിക്ക് വേണ്ട, ആദ്യം ഇതുവരെ കളഞ്ഞില്ലേ? എടി അതേ, ഇപ്പഴെന്റെ കയ്യിൽ കാശിന്റെ ഇച്ചിരി കുറവുണ്ട്. കൃഷിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഇപ്പൊ കുറവാ, അറിയാം നിനക്ക്. ഞാനിപ്പോ ആശ്രയിക്കുന്ന ബാങ്ക് ഏതാണെന്നറിയോ? ശ്രീകു. അവക്ക് നല്ല ജോലിയില്ലേ ഇവിടെ, ഭയങ്കര ശമ്പളമല്ലേ? ചോദിച്ചാ വല്ലതും കിട്ടും? കിട്ടും കിട്ടും കിട്ടും, ചോദിച്ചു നോക്ക്, അവിടെ ഇന്ന് ശരിക്കും കിട്ടും കാശേ. ചെല്ലേ അപ്പൊ അല്ല ഇതൂടെ കഴി. ഇതൊക്കെ ഒരു ഭർത്താവിന്റെ കടമയല്ലേ, ഭാര്യയെ സ്നേഹിക്കണം, അത് ഡ്യൂട്ടി ആണാണ്. ചെല്ലെ ചെല്ലെ ചെല്ലെ, മനസ്സിലായി. വെണ്ടയ്ക്കൊക്കെ മൂത്തിരിക്കുന്നല്ലോ, നോക്കി വാങ്ങിക്കണ്ടേ. ദാ നീ ഇതൊന്ന് കഴുകിയേ, നന്നായിട്ട് കഴുകണം കേട്ടോ, വിഷാംശമൊക്കെ ഉണ്ടാവും. മാമി, മാമിക്ക് ജോലി ഇല്ലേ? മാമി ഉണ്ടല്ലോ, നൈറ്റാ. ആണോ? നിനക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണോ? വേണ്ട വേണ്ട. അതെ, ഞാൻ എന്നോട് ഇവിടെ അടിച്ചു വാരി വൃത്തിയാക്കാൻ പറഞ്ഞിട്ട് ചെയ്തായിരുന്നോ? അത് ഞാൻ ചെയ്തില്ല. ചെയ്യാം ചെയ്യാം ചെയ്യാം. എന്തായാലും ജോലിയൊക്കെ ചെയ്യാൻ പറഞ്ഞു, നിനക്ക് എന്താ ഇത്ര മടി? ഒന്നുമില്ലല്ലേ, നീ ഒരു അന്യ വീട്ടിൽ പോകാനുള്ളതാ, അത് ഓർമ്മ വേണം. അന്യ വീടോ? ഭർത്താവിന്റെ വീട്ടിലല്ലേ പോണ്ടേ? അത് തന്നെയാ ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളെ ഇവിടത്തെ ശീലങ്ങളാ അവിടെ ചെന്നും കാണിക്കുന്നത്, കേട്ടല്ല? ശരി. എന്താ അവിടെ ചുറ്റിക്കറങ്ങി നിൽക്കുന്നേ? അതെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? എനിക്കൊരു 2000 രൂപ കടമായിട്ട് തരൂ. എന്താ? 2000 രൂപ കടമായിട്ട്. നീ ഒരു പഠിക്കുന്ന പെങ്കൊച്ച, നിനക്ക് 2000 രൂപ കടമായിട്ട്? എന്തോ അമ്മീ, പഠിക്കുന്ന പിള്ളേർക്ക് 2000 രൂപ കട കൊടുത്തൂടെ? നല്ല കുട്ടികൾ അങ്ങനെ ചോദിക്കില്ല. മാമി, എനിക്ക് തരണം, പൈസ തരണം പ്ലീസ്. നിനക്ക് എന്തിനാ പൈസ? അതൊരു ആവശ്യമുണ്ട്. എന്തൊക്കെ ആവശ്യം ഉണ്ടാവും? ഞാൻ എന്നും ഭക്ഷണമൊക്കെ കഴിക്കുന്നില്ലേ, എങ്ങനെയൊക്കെ ആവശ്യം ഉണ്ടാവും? നിനക്ക് ഭക്ഷണം ഇവിടെ നിന്നല്ലേ തരുന്നേ, പിന്നെന്തോന്ന് ഇത്ര ആവശ്യം? അങ്ങനല്ല, ഞാൻ ഇപ്പൊ ചോദിക്കാറില്ല, ഞാൻ ഇപ്പൊ ആദ്യമായിട്ടല്ലേ ചോദിക്കണേ. ആദ്യമായിട്ട് ചോദിച്ചാണ് ഇതൊരു ശീലമാവുന്നത്. എന്തോന്ന് മാമി, നിനക്കിപ്പോ പൈസ അല്ല ആവശ്യം, നല്ല പെടയാണ്. പൈസ ഇല്ലെങ്കിൽ പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ മതി, ഞാനൊന്നും പറയണ്ട കേട്ടോ. അല്ലേ ഓരോ ശീലങ്ങള്.